ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ കിടന്നുള്ള തിരിഞ്ഞുകളിയല്ല കേട്ടോ. ഇന്ന് നമ്മൾ പുറത്തോട്ടൊന്ന് ചാടുവാണ്. ഇന്ന് സൺഡേ ആണ്, വീക്കെൻഡ് ആണ്. അപ്പം നമുക്ക് പുറത്തേക്ക് തന്നെ പോവാം. വീട്ടിനകത്ത് ഇരുന്ന് എനിക്ക് തലയ്ക്കകത്ത് പ്രാന്ത് പിടിച്ചിട്ടോ. വീട്, ഓഫീസ്, ഡ്യൂട്ടി അതൊക്കെ ആയിട്ട് എനിക്കങ്ങ് വയ്യ. അപ്പം ഞാനും ഐഷുവിൻ്റെ അച്ഛനും എല്ലാവരും കൂടി പുറത്തോട്ട് പോവാണ് കേട്ടോ. ഞാൻ പതിവ് പോലെ തന്നെ രാവിലെ തന്നെ എണീച്ചു കേട്ടോ. എനിക്ക് ഈ 6 ദിവസവും അല്ലെങ്കിൽ 5 ദിവസമൊക്കെ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നിട്ട് പിന്നെ 2 ദിവസം ലീവൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നേരത്തെ തന്നെ എണീച്ച് അങ്ങ് ശീലമായി പോയി കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു അബ്നോർമലാലിറ്റി ഉണ്ട്. എനിക്ക് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ മാത്രം എണീച്ചിരിക്കും കേട്ടോ. പക്ഷെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മടിയാ. പക്ഷെ മടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ, നമുക്ക് പോയല്ലേ പറ്റൂ. അങ്ങനെ ഇന്നും ഞാൻ നേരത്തെ എണീച്ചു. ഞാൻ വീട്ടിലെ എല്ലാ പരിപാടികളെല്ലാം കഴിച്ചു. രാവിലെ ചായയും കടിയെല്ലാം ഉണ്ടാക്കി. പക്ഷെ എൻ്റെ കെട്ടിയോനും എൻ്റെ കുഞ്ഞു മോളും ഒരുപാട് വൈകിയാട്ടോ എണീച്ചേ. ഉച്ച കഴിഞ്ഞപ്പോഴാണ് അവർ എണീച്ച്. ഞാൻ തലേ ദിവസം തന്നെ രാത്രി ഞാൻ അവരോട് പറയുന്നുണ്ട്, എനിക്ക് പുറത്തു പോകണം, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തു പോവാം. കുറേ ദിവസമായില്ലേ, കുറേ നാളായി ഞങ്ങൾ ഇതുപോലെ ഒന്ന് പുറത്ത് പോയിട്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഒന്ന് പുറത്ത് പോവാം, പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ എനിക്കൊന്ന് നടന്നാൽ മതി, ഇവരെല്ലാവരും കൂട്ടി ഒന്ന് നടക്കാം, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ചാച്ചൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ കുഞ്ഞു വാവയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അവിടെ ഒന്ന് നമുക്ക് പോകണം. അപ്പം കുറേ നാളായിട്ട് പുറത്തിറങ്ങാത്തതുകൊണ്ട് എനിക്ക് ആകപ്പാടി ഒരു വല്ലാത്ത വെപ്രാളമാണ് കേട്ടോ. അപ്പം നമ്മൾ എത്താറായിട്ടോ. നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാ. അവിടെ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോരാം. അവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്, അതിനു വേണ്ടി പോവാട്ടോ. പുറത്ത് പോവാന്ന് പറഞ്ഞാൽ ഞാൻ ഡ്യൂട്ടിക്ക് പോവും, അതുപോലെ ചാച്ചനും ഡ്യൂട്ടിക്ക് പോവും. ഐഷു വീട്ടിലായിരിക്കും കേട്ടോ. ചേച്ചിയുണ്ട്, ചേച്ചിയുടെ അടുത്താണ് ഐഷു ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ ഐഷുവിനെയും കൂട്ടിയിട്ട് കുറേ നാൾക്ക് ശേഷമാണ് പുറത്തിറങ്ങുന്നത് കേട്ടോ. ഇടയ്ക്ക് ജോലി, വീട് അങ്ങനെ മാത്രമാവുമ്പോൾ ഞങ്ങൾ ചില നേരത്ത് രാത്രിയൊക്കെ ഇതുപോലെ നടക്കാൻ ഇറങ്ങും കേട്ടോ. അപ്പം ഇങ്ങനെ നടക്കാൻ കുറേ നാളുകൾക്ക് ശേഷം ഇറങ്ങിയോണ്ട് ഐഷുവിനെയും കൂടി പിടിച്ചിട്ട് എനിക്ക് അങ്ങ് പോകാനൊരു വെപ്രാളമൊക്കെ. വഴി തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല, സ്ഥിരം പോകുന്ന വഴിയാണിത്. പക്ഷെ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ കേട്ടോ. ഞാൻ ഇതുപോലെ ട്രോളി തള്ളി പിടിച്ചിട്ട് ഐഷുവിനെ കൊണ്ട് പുറത്തിറങ്ങി പോവാറില്ല. പിന്നെ ഐഷുവിനെ കയ്യിലെടുക്കാന്ന് വെച്ചാൽ അവള് സമ്മതിക്കത്തില്ല കേട്ടോ. അവളിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക, അവൾക്ക് നടക്കണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ എടുക്കുവാണെങ്കിൽ എടുത്തോണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ എടുക്കാൻ പോയില്ല കേട്ടോ അവളെ. അപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാട്ടോ വന്നിട്ടുള്ളത്. സാധാരണ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലാണ് പോവാറ്. ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ളത് സൂപ്പർ മാർക്കറ്റാണ്. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റിലാണ്. ഒത്തിരി ദൂരത്തു നിന്നാട്ടോ ഞങ്ങൾ വന്നിട്ടിരിക്കുന്നത്. ഇതൊരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് ലിഫ്റ്റ് വഴി താഴോട്ട് ഇറങ്ങണം, എന്നിട്ട് നടക്കണം കേട്ടോ കുറച്ച്. തോന്നുന്നു കേട്ടോ. ഒറ്റ ഫ്ലോറുള്ളൂ, പക്ഷെ എന്താണോ ഇനി ആളുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മള് ലിഫ്റ്റിൽ കയറി താഴെ പോവാട്ടോ. ഇത് ബ്രിഡ്ജാണ്, ബ്രിഡ്ജിന്റെ മുകളിലാണ് ഈ ലിഫ്റ്റ് ഉള്ളത് കേട്ടോ. അതിനകത്തും താഴോട്ട് പോവാ. ഐഷു ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ലിഫ്റ്റ് കയറുന്നത്, അല്ലെങ്കിൽ ഞാൻ നടന്നു കയറാണ് പതിവ്. ഭയങ്കര തിരക്കാണ് കേട്ടോ, വീക്കെൻഡ് അല്ലേ. ഭയങ്കര ഓഫർ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പോരുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സാധനം വാങ്ങിക്കാനൊന്നുമില്ല, പക്ഷെ ഭയങ്കര ഓഫറാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങ് അറ്റത്തും ഞങ്ങൾ ഇങ്ങനെ എത്ര പേര് വരുവാണേ അറിഞ്ഞൂടാ. ഇനി അയ്യോ അയ്യോ, കുട്ടികളെ അങ്ങനെ നമ്മൾ നെസ്റ്റോ എത്തിയിട്ടുണ്ട്. നെസ്റ്റോയുടെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ എനിക്കിവിടെ നിന്ന് കാണാം. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ എന്താ വാങ്ങിക്കുന്നതെന്നെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ നാളെ അപ്പുറത്തെ നെസ്റ്റോയിലും കൂടി പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ സമയത്ത് നല്ല തിരക്കാണ് കേട്ടോ, ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടിയിൽ വരാതെ നടന്നു വന്നത് കേട്ടോ. അപ്പൊ ഇന്ന് ധൃതിയുള്ള ദിവസമൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകാനായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് പോയി
പോകുന്നു ഞങ്ങൾ പെട്ടെന്ന്. കാരണം എനിക്ക് ഷോപ്പ് ചെയ്യാനുള്ളതുകൊണ്ട്. വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി സമയമൊന്നും ഉണ്ടാവത്തില്ല. ആകെ 2 ദിവസമല്ലേ ലീവ് ഉള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഐഷുവിന്റെ കൂടെ ഇരിക്കണം, വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, പിന്നെ ചാച്ചനുണ്ടാവും. ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ആകെ 2 ദിവസമേ ഉള്ളൂ, അത് ശനി ഞായറും. അപ്പൊ ഞാൻ മാക്സിമം പുറത്തൊന്നും പോവാറില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ പുറത്തോട്ട് പോയിട്ട് ഉള്ളത്. ഇന്നാണ് കേട്ടോ. സാധാരണ എനിക്ക് വീട്ടിൽ തടഞ്ഞുകൂടി ഇരിക്കുന്ന ഇഷ്ടം. പിന്നെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ പോകുന്നത് കേട്ടോ. റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുക, ഭയങ്കര തിരക്കാന്നേ. അപ്പൊ ഞാൻ ക്രോസ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ നിർത്തി തരും കേട്ടോ. ഒത്തിരി നേരമൊന്നും നമ്മളിങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ക്രോസ് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മള് ഈ സീബ്ര ക്രോസിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവര് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് അവർ നിർത്തി തരും. നമ്മളങ്ങനെ സ്ട്രഗിൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെസ്റ്റോ ഇത് അപ്പുറത്ത് നെസ്റ്റോ പോലെയല്ല കേട്ടോ. ഞാൻ സാധാരണ ADCB നെസ്റ്റോല പോവാറ്. അവിടെ ചെറിയ നെസ്റ്റോയാണ്. ചെറിയ നെസ്റ്റോയിൽ ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല. ഞാൻ സ്ഥിരം മേടിച്ച് എനിക്ക് അതൊന്നും ഒരു സുഖമില്ല. സ്ഥിരം നമ്മളൊരു സ്ഥലത്തോട്ട് പോയിട്ട് അവിടെ ഒരു സാധനവും ഇല്ല വേങ്ങിക്കാൻ. അപ്പൊ ഞാനൊന്ന് വെറൈറ്റി പിടിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോ ലുലുവിലൊന്ന് പോണം. അപ്പൊ ഓണൊക്കെ അടുത്ത് വരുമല്ലേ, കുറെ പർച്ചേസ് ഒക്കെ ഉണ്ട്. ഇങ്ങോട്ട് കയറിയപ്പോ ഉണ്ടല്ലോ ഭയങ്കര തണുപ്പിട്ടു. സന്തോഷമായി. അയ്യോ 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 അയ്യോ. മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് വാരി പറക്കിയിട്ട് വരാട്ടോ. മീൻ പറയാം പറഞ്ഞു ഇങ്ങോട്ട് തിരിച്ച്. നമുക്ക് ആദ്യം തന്നെ മീൻ പറയാട്ടോ. മീൻ പറഞ്ഞില്ലെങ്കിൽ ഡിലേ ആവും നമ്മളിവിടുന്ന് പോവാൻ. നമുക്ക് ആദ്യം മീൻ സെലക്ട് ചെയ്തിട്ട് മീനൊന്ന് പറയാം. കരിമീൻ വെട്ടി കണ്ടിച്ചു വെച്ചാൽ ഇതെടുക്കാം. $5. താത്തേന് $25. കിങ് ഫിഷ് ആണ് എടുത്തത് കേട്ടോ. നമ്മള് കിങ് ഫിഷ് എടുത്തു. 28 dirhams ആണ്. പിന്നെ കരിമീൻ വേണ്ടല്ലോ, ഇത് പോരെ. താത്ത വറക്കാനൊന്നുമില്ല, കരിമീൻ മാത്രമേ ഉള്ളൂ. അത് മതിയോ? ഞാൻ ഇതെടുത്തിട്ടില്ല. ഇത് പോരെ, ഇത് പോരെ. എനിക്ക് തോന്നുന്നു ഇത്ര മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര മീനൊന്നും കഴിക്കത്തില്ല. ഇത് മതി. ഉണ്ടോ? അതോ ഭയങ്കരമായിട്ട് പഴുത്തതാണ് കേട്ടോ. ഭയങ്കരമായിട്ട് പഴുത്ത. ഇത്രയും മതി. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയായിരുന്നു നമുക്ക്. 3 മതി. അയ്യോ ഇതൊക്കെ നല്ല ഫ്രഷ് ആണ് കേട്ടോ. ഞാൻ ഇതാണ് എടുത്തത്. ഞാൻ ഇതാ എടുത്തത്. അവിടത്തെ പോലെ അല്ല കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാ. മാഗി ഒന്നും വേണ്ടല്ലോ നമുക്ക്. പിന്നെ ഏതാ? മാഗി വേണ്ട ഞങ്ങൾക്ക് ഇപ്പി മതി. അല്ല ഇപ്പി വേണ്ട നമുക്ക്, മാഗി മതി. പക്ഷെ മാഗിയുടെ ചിക്കന്റെ ഒരു ഫ്ലേവർ ഉണ്ട്. അത് ഞാൻ നോക്കി നടക്കുവാണ് കേട്ടോ. ഇപ്പി മാത്രമേ ഉള്ളൂ ഇവിടെ. മാഗി ഇല്ല. എനിക്കൊന്ന് ഈ ബോക്സിലുണ്ടാവും. ഇതുപടി നിനക്ക് എന്തുപടി വേണ്ടത്? എന്തുവാ? പൊന്നു പൊന്നു ഐഷു, ഐഷുന് വേണോ?
അയ്യോ വേണ്ട മോനെ, വാ വാ, അമ്മ പോണു, വാ. ഇത് വാ, ഇത് എന്ത് മോനെ, നീ നാട്ടിൽ പോന്നാ? വാ ഐഷു, വാ പോവാ. ഐഷു അമ്മ പോകുന്നു കേട്ടോ, വാ 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 വാ. അമ്മേ ഇവിടെ ആണെങ്കിൽ ഐഷുവിന്റെ പ്രായത്തിലുള്ള ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഐഷു അവരെ കണ്ട പാടി അതിൻ്റെയൊക്കെ പുറം ഓടുവാന്നേ ഇവിടെ കിടന്ന്. ഐഷു, അമ്മയ്ക്കാണോ ചെരുപ്പ് വാങ്ങിച്ചു തരുന്നേ? മോനെ അപ്പൊ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ നല്ല തിരക്കുള്ളൊരു വീക്കെൻഡ് ആയിരുന്നു കേട്ടോ. അപ്പോ അത്യാവശ്യം വേണ്ട ഗ്രോസറി ഐറ്റംസും പിന്നെ ഓണം ഒക്കെ അല്ലേ, അതുകൊണ്ട് 1-2 ഡ്രസ്സുമാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പൊ നമുക്കിനി വേറൊരു സ്ഥലത്തും കൂടി പോവാനുണ്ട്, അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചുതരാം എന്തൊക്കെയാണ് ഞാൻ മേടിച്ചത്. ഇതിപ്പോ ഒരു മാസത്തേക്കുള്ള അല്ലറ ചില്ലറ സാധനങ്ങളാണ്. ഒരു മാസത്തേക്ക് ഇത് ഓടത്തൊന്നുമില്ല, ജസ്റ്റ് 15 days ആണ് പച്ചക്കറിയൊക്കെ ഓടത്തുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഓടിച്ചു വിടണം ഒരു മാസത്തേക്ക്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഐഷുവിന്റെ പ്രായത്തിലുള്ള കുറേ കുഞ്ഞു കുട്ടികളുണ്ട് കേട്ടോ. അപ്പൊ അവരെ കണ്ടിട്ട് ഓടുവാണ്, അവരിവിടെ കളിക്കാൻ വേണ്ടിട്ടോ. ഭയങ്കര ആക്റ്റീവാണ് ഐഷു. എന്തോ മോനെ, പോവാന്ന് പറയാണ് ഐഷു. അപ്പൊ ഞാൻ പോവാണ് കേട്ടോ. അത്ര തന്നെ ഉള്ളൂ. എങ്ങോട്ടാ? അപ്പൊ ഇനി നമ്മുടെ ഗ്രാമത്തിലോട്ട് പോവാണ്. നമ്മുടെ ബുർജുമ ഗ്രാമത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇത് ബുർജുമ തന്നെയാണ്, പക്ഷെ ഈ സൈഡിലോട്ട് ഞങ്ങൾ വരാറില്ല. ഇതെനിക്ക് തോന്നുന്നു മെട്രോ എക്സിറ്റ് 4 ആണെന്ന് തോന്നുന്നു, അല്ലേ ചാച്ചാ? ഏതാ? അൻസാർ ഗാലറിയാ? ഞങ്ങൾ ഈ വശത്തോട്ടല്ല കേട്ടോ വരുന്നത് സാധാരണ. ഞങ്ങൾ വേറെ സൈഡാണ്, അപ്പുറ സൈഡ് ADCB സൈഡാണ് ഞങ്ങൾ പോവാറ്. പക്ഷെ ഇന്നിപ്പോ ഈ സൈഡിലോട്ട് വന്നു ഞങ്ങളൊന്ന്. കാരണം അവിടെ ഒന്നും സാധനങ്ങൾ കിട്ടാനുമില്ല, വിലക്കുറവുമില്ല. അപ്പൊ ഞങ്ങൾ വിലക്കുറവൊക്കെ നോക്കി തപ്പി തപ്പി വന്നാണേ. ഡേറ്റ കൊണ്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. എനിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ഇവർക്ക് വേണ്ടിയുള്ള മാത്രം ഫുഡ് ഐറ്റംസ് മേടിച്ചിട്ടുള്ളൂ. എനിക്ക് 1-2 ഡ്രസ്സാണ് എടുത്തത്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം കേട്ടോ. ഇവിടെ കാണിച്ചു തരാനെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചൊന്നും തരാത്ത കേട്ടോ. നിങ്ങൾ ഇറങ്ങി വിടും. അപ്പൊ നമ്മള് ക്ഷീണമായിട്ടുള്ളൊന്നും ഇരുന്നാണ് കേട്ടോ. പോണ വഴിയാണ്. ആ വഴിയിൽ വന്നിട്ട് ഐശ്വര്യ ഇച്ചിരി പാല് കൊടുത്തു. ഞാൻ കുപ്പിയിൽ പാല് കരുതിയിട്ടുണ്ടായിരുന്നു. ഐശ്വര്യ പാല് കൊടുത്തിട്ട് ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇരുന്നാണ് കേട്ടോ. കേട്ടോ ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ കനലിന്റെ ഒക്കെ അടുത്ത് കൂട്ടിയിട്ടിട്ട് ഇരിക്കുന്ന പോലെ ഒരു ചൂടാണേ.
ഞാൻ പിടിക്കായിട്ടില്ല. തല പിടിച്ച് തീർന്നു. എന്റെ തല കടിച്ച് തിന്നുന്നോ. ഒപ്പിച്ച് കൂട്ടുത്തരിയ കുഞ്ഞി പൂച്ചേതി. അപ്പൊ ഇന്നത്തെ പൂച്ച ഷോക്ക് ശേഷം നമ്മുടെ വീട്ടിലോട്ട് യാത്രയാവും കേട്ടോ. അവന്റെ അമ്മയാണോ കേട്ടോ ഇരിക്കുന്നത്, അവന്റെ മാതാജി. അതെ അതെ, അവന്റെ അമ്മയാ. ആ ചോപ്പയുടെയും കറുപ്പയുടെയും എല്ലാം പുള്ളിയുള്ള അമ്മയാട്ടോ അത്. വീഡിയോ എടുക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഗൈസ്, പക്ഷെ എനിക്ക് വയ്യ. എന്റെ കിളി മാറിയിരിക്കുവാ, എനിക്ക് അങ്ങ് വയ്യ. നടന്ന് തേഞ്ഞൊട്ടിയിരിക്കുവാന്ന് കേട്ടോ. എങ്ങനെങ്കിലും വീട്ടിൽ പോവാ, ആ AC-ലൊന്ന് കേറി അവിടെ ഒന്ന് കിടന്നാ മതി എനിക്ക്. അയ്യോ എന്റെ അമ്മേ, ഇനി വയ്യ കേട്ടോ. റൂമിലൊരു കണക്കിന് എത്തി, ഒരു വെള്ളം കുടിച്ചു. റൂമിന്റെ താഴെ എത്തിയിട്ടുള്ളൂ, റൂമിലോട്ട് കയറിയിട്ടില്ല കേട്ടോ. റൂമിലോട്ട് കയറണം, ഒന്ന് കിടന്ന് ഉറങ്ങണം കേട്ടോ. അത്രയ്ക്ക് ക്ഷീണമാ.